അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എയർപോർട്ടിനോട് അത്യാവശ്യം അടുത്തിട്ടുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നത്. കാരണം നമ്മൾ വരുമ്പോൾ ഫ്ലൈറ്റൊക്കെ വളരെ നന്നായിട്ട് താഴ്ന്നു. ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും കുഞ്ഞിയും കൂടെ ഇന്ന് നമ്മുടെ ചെന്നൈക്കകത്ത് കുറച്ച് പച്ചപ്പും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ആക്ച്വലി ടൗൺ ഭയങ്കര ഹാർഷ് ടൗണാണ്, പക്ഷേ എന്താ പറയുക, നല്ല തിരക്ക്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് മെട്രോയുടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചെന്നൈ ടൗൺ ഭയങ്കര കൺജസ്റ്റഡും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ചെന്നൈ ടൗണിനകത്ത് തന്നെ കുറച്ച് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു സ്ഥലമായിട്ടുള്ള അടയാർ എക്കോ പാർക്കിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ട് കുഞ്ഞ് സ്കൂളിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 3/4 മണിക്കൂറിനകത്തുള്ള ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടുത്തെ എൻട്രി ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. 2:30 എൻട്രി എന്നാണ് കിടന്നത്. അപ്പോൾ 2:30 എൻട്രി. പക്ഷേ 2:30 നമ്മൾ പാർക്കിനകത്ത് ഉണ്ടാവണം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഗൈഡ് വരും. ഗൈഡ് നമ്മളെ കൊണ്ടുപോകും. അതൊരു 2 മണിക്കൂറെങ്ങാണ്ടുള്ളൊരു അകത്തൂടെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പുറത്തോട്ട് 4:30 ഇറങ്ങും. അവർ 4:30 ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. പക്ഷേ ഈ 4:30 കയറുന്നവർക്ക് പിന്നെ ഗൈഡൊന്നുമില്ല. നമുക്ക് അതിനകത്തോട്ട് തന്നെത്താൻ എടുത്ത് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. 4:30 ആകുമ്പോഴത്തേനും നമ്മൾ അകത്തോട്ട് കയറും. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്കിത് അറിയാത്തതുകൊണ്ട് പറ്റിപ്പോയൊരു പരിപാടിയാണ്. നമ്മളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് അകത്തോട്ട് കയറാൻ നേരത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. കുഞ്ഞൊരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറാൻ നേരത്ത് നമുക്ക് വീഡിയോ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇവർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇപ്പം 4:30 ആവണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. 20 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പോവുകയാണ്. പെട്ടെന്ന് അകത്തോട്ട് ഇറങ്ങാം. വൈകുന്നേരം വാക്കിങ് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഞാൻ അകത്തോട്ട് കയറിയിട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നവർ ഒന്ന് സൂക്ഷിച്ച് വരിക. വെച്ചാൽ ടൈമിങ് നോക്കിയിട്ട് വരണം. ഇവിടുത്തെ ആക്ച്വൽ ടൈമിംഗ് എന്ന് വെച്ചാൽ 4 സ്ലോട്ടാണ് ഇവിടെ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ രാവിലെ 6:30 to 8:30. അത് പറഞ്ഞാൽ വാക്കിങ്ങിന് വേണ്ടി വരുന്നവർക്ക് മാത്രമുള്ളതാണ്. ഒരു പിന്നെ ഉള്ളത് പറഞ്ഞാൽ 9 to 12. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് സ്കൂളിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവരുടെ ആക്ടിവിറ്റീസും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അത് 2ാമത്തെ സ്ലോട്ട്. 3ാമത്തെ സ്ലോട്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം 2:30 to 4:30. അപ്പോൾ 2:30 to 4:30 ആക്ച്വൽ പബ്ലിക്കിനുള്ള അവേഴ്സ്. അപ്പോൾ അതിനൊരു ഗൈഡഡ് ടൂറുണ്ട്. അപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോയി ഇതിനകത്തൊക്കെ. ഇവിടെ ഒരു കുഞ്ഞു കാട് പോലെയാണ്. അപ്പം ഇറങ്ങി കൂടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗൈഡ് കൂടെ ഉണ്ടാകും. എന്നിട്ട് പിന്നെ 4ാമത്തെന്ന് വെച്ചാൽ 4:30 to 6:30 ഈവനിങ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതും പിന്നെ വാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്, നടക്കുന്നവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് 4 സ്ലോട്ട് ഇവിടെ ഉള്ളത്. സോ ആ ടൈം നോക്കിയിട്ട് വരിക. ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ 3:30 കഴിഞ്ഞു. നമുക്ക് ഗൈഡഡ് ടൂർ ഒന്നും കിട്ടിയില്ല. സോ നമ്മൾ തന്നെ വാക്കിങ്ങിന് വേണ്ടി 20 രൂപയുടെ ടിക്കറ്റ് എടുക്കും. അപ്പോൾ 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അത് 5 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് വേണം. അങ്ങനെയാണ്. നമുക്കിനി ബാക്കി ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇത് ആക്ച്വലി തമിഴ്നാട് ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റാണ്. അവർ ആക്ച്വലി ഇവിടെ എന്താ പറയുക, ഇതിനകത്ത് ഇങ്ങനൊരു ഗ്രീനറി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര 1000 ക്രോസിൻ്റെ കണ്ട് 1000 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ്. കുഞ്ഞു വരും, 1000 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. 2011 കരുണാനിധി, അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കരുണാനിധി, ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അന്നോട്ട് ഇന്ന് വരെ ഇത് നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. അകത്ത് നല്ല നീറ്റൊക്കെയാണ്. നമുക്ക് കാണാം. കുഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് ഇതിനകത്തൂടെ. ഇവിടെ ഒരു ചെറിയ പോണ്ട് പോലത്തെ സെറ്റപ്പ്, കണ്ടലൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ചെറിയൊരു എന്താ പറയുക, ചെന്നൈ ടൗണിൻ്റെ നടുക്കുള്ളൊരു കണ്ടൽക്കാടും സെറ്റപ്പൊക്കെ ഉള്ളൊരു സാധനമാണിത്. ഇവിടെ ഇങ്ങനൊരു എന്താ പറയുക, പുല്ല് മേഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ അകത്തോട്ട് പോയത് ആക്ച്വലി അവിടുത്തെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ഈ നടവഴിയെല്ലാം ഇങ്ങനെ പാവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു വരൂ. നന്നായിട്ട് ഈ എന്താ പറയുക, കല്ല് വെച്ചിട്ട് പാകിയിട്ടുണ്ട്. വെയിൽ ഇതിനകത്തോട്ട് വരില്ല. ഉച്ചയ്ക്കാണെങ്കിലും 2 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വെയിലൊന്നും വരില്ല. കാണാൻ വേണ്ടിയിട്ട്
നല്ല സുഖമായിട്ട് നടക്കാം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കാണാം മുകളിലൊക്കെ മരങ്ങൾ നന്നായിട്ട് കവർ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ വെയിലൊന്നും അകത്തോട്ട് വരില്ല. പിന്നെ കൈതയുണ്ട് കണ്ടമാനം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൂ അല്ലേ. അത് ഇവിടെ കണ്ടലുണ്ട്, കണ്ടലിൻ്റെ വേരൊക്കെ പുറത്തോട്ട് തള്ളി നിൽപ്പുണ്ട്. ഇതിനകത്ത് കാണാൻ പറ്റില്ല, വീഡിയോയ്ക്കകത്തായതുകൊണ്ട് കാണാൻ പറ്റില്ല നേരെ. ഈ വെയിൽ കൊണ്ട് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സെറ്റപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് കൂട്ട് ഈ ടൈപ്പ് പ്രാണികളെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാണാനുണ്ട്. അതൊരു നമ്മുടെ ആഫ്രിക്കൻ ഒച്ചങ്ങാണ്ടാണ്, ആരാണ്ട് ചവിട്ടി ചത്തുപോയത്. അതിൻ്റെ മുകളിൽ ഒക്കെ ഈ പ്രാണികൾ വന്നിരുന്ന് അതിനെ തിന്നുന്നതൊക്കെ ഉണ്ട്. ഇത് ബേഡ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വെച്ചാൽ അതിന് അവിടെ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, ഒരു പെലിക്കൺ പറന്ന് കിടപ്പുണ്ട്. അതിനകത്ത് പറന്നല്ല, വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. വേണ്ട, അപ്പോൾ അവനൊരുത്തിനല്ല കൂടെ നടപ്പുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ചെന്നൈയിലുള്ള ഒരുപാട് പേർക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാമെന്ന്. കാരണം വെച്ചാൽ ഞാൻ ചോദിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് അകത്ത്, ചെന്നൈയുടെ അകത്ത് എന്തെങ്കിലും കാണാനുണ്ട് എന്ന് പറയുന്ന ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ അവരാരും ഇങ്ങനെ ഒരു സംഭവത്തിനെ മെൻഷൻ ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇതൊരു നല്ല സ്ഥലം, ഒരു ദിവസം ഒന്നും സ്പെൻഡ് ചെയ്യാനില്ല. ബട്ട് ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഹെക്ടിക് വർക്ക് ഡേ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലാണെങ്കിൽ എനിക്കൊന്ന് തിരക്കില്ലാണ്ട് വരായിരിക്കും. വീക്കെൻഡിൽ ചിലപ്പോൾ തിരക്കുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന് കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ടിരിക്കണം എന്ന് തോന്നിയാൽ അതിന് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആക്ച്വലി ടൗണിൻ്റെ ബഹളമൊന്നുമില്ല, നമ്മൾ നല്ല സുന്ദരമായിട്ട് ഇതിനകത്ത് നടക്കാം. കുഞ്ഞി, എങ്ങനെയുണ്ട് ഈ സ്ഥലം? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? ആ, വെള്ളം. ബാ, നമുക്ക് അകത്തോട്ട് നടക്കാം. ഇവിടുത്തെ അകത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനകത്തൂടെ നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല രസമാണ്. മൊത്തത്തിൽ ഒരു എന്താ പറയുക, കാട്ടിനകത്തൂടെ നടക്കുന്ന പ്രതീതിയാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എയർപോർട്ടിനോട് അത്യാവശ്യം അടുത്തിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. കാരണം നമ്മൾ വരുമ്പോൾ ഫ്ലൈറ്റൊക്കെ വളരെ നന്നായിട്ട് താഴ്ന്ന് പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തു. അപ്പോൾ നമ്മൾ DJCAയുടെ സൈറ്റിൽ കയറി നോക്കിയപ്പോഴത്തേനും അതിൽ ഗ്രീൻ സോൺ ആയിട്ടാണ് കാണിച്ചേക്കണേ. പക്ഷേ ഡ്രോണിൻ്റെ അവർ മറ്റേ ലോക്കലൈസ്ഡ് ഡാറ്റ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് 150 മീറ്ററാണ് ഇവിടുത്തെ മാക്സിമം ഓൾട്ടിറ്റ്യൂഡ് കാണിച്ചേക്കുന്നത്. അപ്പം ഡ്രോൺ ചെയ്യുന്നവർ സൂക്ഷിക്കുക, ആ ഓൾട്ടിറ്റ്യൂഡിൽ പറപ്പിക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതിന് മുകളിലോട്ട് പോയി ഫ്ലൈറ്റൊക്കെ ഭയങ്കര താഴ്ന്നിട്ടാണ് പോകുന്നത്. നമുക്കിവിടെ നിന്ന് വളരെ നല്ല വൃത്തിയായിട്ട് ഇതിനെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. ഫ്ലൈറ്റിൻ്റെയൊക്കെ നല്ല ശബ്ദമുണ്ട്. അത് പോരാഞ്ഞിട്ട് ഭയങ്കര ഫ്രീക്വൻ്റായിട്ട് ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു റൂട്ടാണ്. സോ റെസ്ട്രിക്റ്റ് ചെയ്ത് പറപ്പിക്കുക, അവർ അലോ ചെയ്തിട്ടുള്ള ഹൈറ്റിൽ പറപ്പിക്കുക. ഇവിടുത്തെ ടൈമിംഗ് ഒരു പ്രത്യേകതരം ടൈമിംഗാണ്. അപ്പോൾ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, 4 സ്ലോട്ടാണുള്ളത്. നമുക്ക് പബ്ലിക്കിന് ആക്ച്വലി വിത്ത് ഗൈഡഡ് ടൂറായിട്ട് 2 മണിക്കൂർ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ ടിക്കറ്റ് തന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് നേരത്തെ ഇത് പബ്ലിക്കിന് ഓപ്പൺ ആയിരുന്നു, തുറന്ന സമയത്തൊക്കെ ഫുൾ ടൈം ഓപ്പൺ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക്ക് കണ്ടമാനം കയറി, നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ കയറി അങ്ങോട്ട് പോകാം. എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി വിരകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് പബ്ലിക്ക് കയറി, കണ്ടമാനം കയറി ലവേഴ്സ് ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ നമ്മൾ നോക്കാം കേട്ടോ, ആൾക്കാരൊക്കെ പരാതി പറഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ പരാതി പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഈ റെസ്ട്രിക്ഷൻ വെച്ചത്. വരെ നടത്തത്തിനുള്ളവരെ മാത്രമേ കയറ്റുന്നുള്ളൂ, സ്ട്രിക്റ്റായിട്ട് അല്ലാതെയുള്ള ആൾക്കാരൊന്നും കയറ്റുന്നില്ല. പിന്നെ അതിനകത്തൊരു ടെമ്പിൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മളങ്ങോട്ട് പോയില്ല, നമുക്ക് ഇറങ്ങുന്ന സമയത്ത് വേണേൽ അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം. നല്ല രസമാണ് കേട്ടോ ഇവിടെ. ഇതിനകത്ത് നല്ലൊരു ലേക്കൊക്കെ ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു എലിവേറ്റഡ് ഷോട്ടിനകത്ത് ഇത് കാണാം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള വഴികൾ. എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്.
ഇവിടെ ഇങ്ങനത്തെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവർ വെള്ളത്തിലിറങ്ങുന്നത് ഡേഞ്ചറസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ച ഉണ്ടാവും, ചെളി ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സൂക്ഷിച്ച് വരെ ഇതിനകത്ത് വരും. ശരിക്കും നമ്മളിങ്ങനൊരു ഇനിഷ്യേറ്റീവ് തമിഴ്നാട് ഗവൺമെൻറ് എടുത്തതിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ കണ്ടമാനം മാർഷൽ ലാൻഡ്സ് ഉള്ളതായി, ചതുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അത് ഒരുപാട് മറ്റെന്താ പറയുക, മൂടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കൺസ്ട്രക്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ തൊരേപ്പാക്കത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇതേപോലെ ആയിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പെരുമ്പാക്കം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ കണ്ടമാനം ഉള്ളതിനെ കൺസ്ട്രക്ഷൻ ഒക്കെ ആയിട്ട് ഈ ചതുപ്പ് അവർ മൂടിയിട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഇവിടെ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കുട്ടിക്കാട്, ചെന്നൈ ടൗണിൻ്റെ നടുക്കൊരു കുഞ്ഞു കാട് എന്ന് തന്നെ പറയാം. പുറത്തെ ചൂടൊന്നും ഇതിനകത്ത് അറിയുന്ന തന്നെയില്ല. ഫുള്ളി നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ഏകദേശം മൊത്തമായിട്ട് കവർ ചെയ്താണ് നിൽക്കണം. അപ്പോൾ അകത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൂടൊന്നും വരില്ല, നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നടക്കാം. ഞാനിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടൊരു അരമണിക്കൂറോളമൊക്കെ ആയെന്ന് തോന്നുന്നു. ഒരു ക്ഷീണം തോന്നില്ല, നല്ല സുഖമായിട്ട് ഇതിനകത്ത് നടക്കാം. പിന്നെ ഞാൻ എൻ്റെ ഒരുവിധം വീഡിയോയ്ക്കകത്തൊക്കെ പറയാറുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ലിറ്റർ ചെയ്യാതിരിക്കുക, വേസ്റ്റ് ഇടാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആക്ച്വലി അതിൻ്റേതായിട്ടുള്ള പ്യൂരിറ്റിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് പ്ലാസ്റ്റിക് പോലത്തെ നിങ്ങൾ ബാക്കിയുള്ള ബയോ വേസ്റ്റൊക്കെ നിങ്ങൾ കളഞ്ഞാലും കുഴപ്പമില്ല. ഇലയെ കഴിക്കാൻ കൊണ്ടുവന്ന ഇലയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളഞ്ഞാൽ പിന്നെ അത് ഇതായി പൊയ്ക്കോളും, എന്താ അഴുകി പൊയ്ക്കോളും. പക്ഷേ പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പോകത്തുമില്ല, ഇതവിടെ കിടക്കും. ഇവിടേക്കാണെങ്കിൽ ഒരുപാട് ബേഡ്സ് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ബേഡ്സൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ പ്രശ്നം വരും, പിന്നെ അത് ചത്തുപോവുകയൊക്കെ ചെയ്യും. സോ പിന്നെ നമ്മുടെ പ്രകൃതിക്ക് മൊത്തത്തിൽ ദോഷമാണ്. സോ വരുന്നിടത്ത് നിങ്ങൾ വേസ്റ്റ് ഇടാതിരിക്കുക. നിങ്ങൾ കൊണ്ടുവരുന്ന വേസ്റ്റ് ഒരു കവറിനകത്ത് എന്തില്ലെങ്കിലും ആക്കി നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവുക, വീട്ടിൽ പോയി അതിനെ ഡിസ്പോസ് ചെയ്യുക. അതൊരു മെയിൻ കാര്യമാണ്. നമ്മൾ ഒരു ഒരു യാത്രികൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണത്. അപ്പോൾ നമ്മളത് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒരു വേസ്റ്റ് ഞാൻ എങ്ങും കളയാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ലേ ട്രിപ്പ് പോയപ്പോൾ തന്നെ ഓരോ പോയിൻ്റ് ഒരു സ്ഥലത്ത് ഇടയിൽ എവിടെയെങ്കിലും വേസ്റ്റ് വരികയാണെങ്കിൽ അത് കയ്യിൽ വെച്ച് അടുത്ത പോയിന്റിൽ ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യാണ് സാറിന് ചെയ്യാറുള്ളത്. സോ എല്ലാവരും അത് ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ക്യാമേനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട് കുഞ്ഞാ, കൊള്ളാമോ? വന്നോളൂ. വാടേ, ഇതാ കുഞ്ഞ് പെലിക്കണൊക്കെ ഉണ്ടോ? ഇവിടെ പല സ്ഥലത്തും ഇങ്ങനത്തെ സ്കൾപ്ചേഴ്സ് ഉണ്ട് കേട്ടോ. നേരത്തെ ഒരു ആമേനെ കണ്ടില്ലേ, ഇപ്പം അതേ 2 പാമ്പ്. കുഞ്ഞു അതൊരു സ്നേക്കാണ് കേട്ടോ, പാമ്പാണ്. കാളിയനല്ലേ ഇത്? 2 പാമ്പ്. കാളിയൻ ഒരു പാമ്പല്ലേ, ഒരുപാട് തലമുള്ളൊരു പാമ്പല്ലേ. ഇത് 2 പാമ്പാണ്. ഈ സ്ഥലം ആക്ച്വലി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 9 കിലോമീറ്ററാണുള്ള. സോ സിറ്റി തന്നെയാണ്, സിറ്റി സെൻറ്റർ തന്നെയാണ്. എത്തിപ്പെടാൻ ഭയങ്കര എളുപ്പമുള്ള സ്ഥലമാണ്. എന്താ പറയുക, അടയാർ എക്കോ പാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അടയാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടുത്തെ ഒരു മെയിൻ സെൻറ്റർ തന്നെയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ പിടിച്ചാണെങ്കിലും എത്തിപ്പെടാൻ ദൂരമേ ഉള്ളൂ. മെട്രോ ഈ റൂട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, മിക്കവാറും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എത്തിപ്പെടാൻ തീരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. വന്ന് എൻജോയ് ചെയ്യാം. വലിയ ആളില്ല കേട്ടോ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് ആൾക്കാരില്ല. നമ്മൾ ഈ എന്താ പറയുക, അടയാർ എക്കോ പാർക്ക്, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, തോൽക്കാപ്പിയ പൂങ്ക, അങ്ങനെ പേരുണ്ട്. അല്ലെങ്കിൽ അടയാർ പൂങ്ക എന്ന് പറഞ്ഞൊരു പേരുണ്ട്. പൂങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂങ്കാവനം എന്നായിരിക്കും ഒരു ഉദ്ദേശിക്കണം. അങ്ങനെ അപ്പോൾ ചെന്നൈ സെൻട്രലിൽ നിന്ന്
9 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള. എത്തിച്ചേരാൻ ഭയങ്കര എളുപ്പമാണ്. സെൻട്രലിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബസ്സും ഇതൊക്കെ ഉണ്ട്. മെട്രോ ഈ റൂട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ വീഡിയോയിലോ എവിടെയെങ്കിലും ആഡ് ചെയ്യും. ഇതാ ഇവിടെ അടുത്ത സ്കൾപ്ചറുണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. അത് പക്ഷേ കുഞ്ഞിന് ഇഷ്ടമായില്ല. കുഞ്ഞിന് സ്കോർപ്പിയോന് ഇഷ്ടമായില്ലേ? ശരി, നമുക്ക് അടുത്ത സാധനം നോക്കാം. ഇത് അവിടെ ഒരു കീരിയുടെ പടമുണ്ട്. അതാണ് കീരി, മംഗൂസ്. ഇത് നമ്മൾ കുറേ നേരം നടന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഇനി കുറച്ച് നേരം ഇതിനകത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരം ഇതിനകത്തിരുന്നിട്ട് ഇനി ബാക്കി നമുക്ക് മുമ്പിലോട്ട് പോവാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി, നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സെറ്റപ്പുകൾ കുറേ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതും ഇതുമൊക്കെ ആയിട്ട്. പുറത്തിരിക്കണമെങ്കിൽ പുറത്ത് അതുപോലത്തെ കല്ലുകളുണ്ട്. മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കുറേ സ്ഥലത്ത് അതേ അവിടെ നിങ്ങൾക്കിത് കാണാമെന്നറിയില്ല, ചെറുതായിട്ട് കാണാം. അവിടെ അതൊക്കെ ആക്ച്വലി ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഒരുപാട് കല്ലിലൊക്കെ ഇതിൻ്റെയൊക്കെ പേരുകളും ഇതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ കീരിയുടെ പടം കണ്ട പോലത്തെ സെറ്റപ്പുകളൊക്കെ കുറേ ഉണ്ട്. ഇവിടെ വേറെ സാധനം കണ്ടു കേട്ടോ. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മെയിൻ തൂണിൽ ഒരെണ്ണത്തിൽ ഇതെന്താ കുഞ്ഞ്? മൂങ്ങ. മൂങ്ങ, അതൊരു മൂങ്ങ. ഇവിടെ ഒരു കുരുവിൻ്റെ പടം. ഈ 2 തൂണിലേ ഉള്ളൂ, വേറെ തൂണിലൊന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഈ സാധനം ഓല മേഞ്ഞതാണ്. ഓല മേഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് പുല്ല് മേഞ്ഞത്. ഞാൻ വെളി ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ആണ് അതിൻ്റെ വെളിയിൽ പുല്ല് മേഞ്ഞതാണ്, അകത്ത് ഓല മേഞ്ഞത്. നല്ല രസമാണ്. അതിനകത്ത് ഉച്ചയ്ക്കത്തെ വെയിലൊക്കെ വന്നിരുന്ന മുകളിലല്ലെങ്കിൽ മരങ്ങൾ കവേർഡാണ്. ഉച്ചയ്ക്കൊക്കെ അതിനകത്ത് വന്നിരുന്നാൽ നല്ല തണുപ്പായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പടങ്ങളൊക്കെ. ഇത് പലതരം മീനുകളൊക്കെയാണ്. അവിടെ പൂമ്പാറ്റകളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ലിറ്റർ ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും ലിറ്റർ ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം ഒരുപാട് സ്ഥലത്ത് ഇതേപോലത്തെ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കയറുന്ന എൻട്രി തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് സ്ഥലത്ത് ഇവർ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വൃത്തിക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലിറ്ററിന് ഡസ്റ്റ്ബിന്നിൽ മാത്രമേ കളയാൻ പാടുള്ളൂ. അപ്പോഴേ കുഞ്ഞും ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടി ഇറങ്ങിയതാണേ. അപ്പോൾ ഉണ്ട് കുഞ്ഞ് ചെറുതായിട്ടൊന്ന് വീണു. ഒന്നും പറ്റിയൊന്നുമില്ല, പക്ഷേ വീണപ്പോൾ കുഞ്ഞിനൊരു ചെറിയ സങ്കടം വന്നു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു അച്ഛ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഈ എടുത്തുകൊണ്ട് നടക്കുന്നത്. അല്ലേ കുഞ്ഞ്? അല്ലേ? വേദനയുണ്ടോ? വേദനയൊന്നുമില്ല കേട്ടോ. നമ്മളിത് നടന്ന് തീരാറായി തോന്നും. നമ്മളിതാ വെളിയിലെത്തി, ടിക്കറ്റ് കൗണ്ടറിൻ്റെ വെളിയിൽ. നല്ലൊരു നടത്തമായിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ ഞങ്ങൾ അകത്തോട്ട് നടന്നു. ഇടയ്ക്കിടയ്ക്ക് നിന്ന് കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ അതെ, നമ്മൾ കാർ നിർത്തിയേക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഇവരുടെ പാർക്കിംഗ് സ്പേസ്. അത്യാവശ്യം വലിയ പാർക്കിംഗ് സ്പേസാണ്. അപ്പം റോഡിൻ്റെ അവിടെ നിന്നുള്ള ഗേറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻ റോഡിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്താ പറയുക, അടയാർ തന്നെയാണിത്. എത്തിപ്പെടാൻ എളുപ്പമാണ്. നമ്മൾ റോഡിൽ നിന്നൊരു ഇച്ചിരി ദൂരം, ഏകദേശം ഒരു 100-150 മീറ്റർ അകത്തോട്ട് വരുമ്പോഴാണ് ഈ പാർക്കിങ്. വണ്ടിയൊക്കെ സേഫായിട്ട് ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ഒരുപാട് സെക്യൂരിറ്റീസിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ. ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാണാൻ വേണ്ടി. പക്ഷേ എന്താ പറയുക, ടൗണിൻ്റെ നടുക്ക് ഇത്രയും നല്ലൊരു ഗ്രീനറി ഉള്ള ഒരു പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. എല്ലായിടത്തും ഒന്നും കിട്ടുന്നതല്ല. ഈ മോഡൽ ആക്ച്വലി നമ്മളൊന്ന് കണ്ടു പഠിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇമാതിരി സ്ഥലങ്ങളൊക്കെ അവർ നികത്തി നാശമാക്കുകയാണ് ചെയ്യാറുള്ളത്. ബട്ട് ഇത് കണ്ടു പഠിക്കാനുള്ളൊരു എക്സാമ്പിളാണ് ആക്ച്വലി നമുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.